ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അപ്ഗ്രേഡ് PSC. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് PSC എക്സാമുകളിൽ സ്ഥിരമായിട്ട് ഫിസിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അത് തന്നെയാണ് എപ്പോഴും എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗുരുത്വാകർഷണം എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നുണ്ട്. ഇതിന്റെ ദിശ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. ഈ ആകർഷണ ബലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. നമുക്കറിയാം, എല്ലാ വസ്തുക്കളെയും ഭൂമി എങ്ങോട്ടേക്ക് ആകർഷിക്കുന്നുണ്ട്? ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്ന ബലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഓക്കെ അല്ലേ? അതാണ് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഈ ഭൂഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ട ഒരു നിയമമാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം. സാർവിക ഗുരുത്വാകർഷണ നിയമം. ഓക്കെ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്താണ് സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്? ഈ പ്രപഞ്ചത്തില് എല്ലാ വസ്തുക്കളും തമ്മിൽ ഒരു ആകർഷണ ഫലമുണ്ട്. മനസ്സിലായോ? അതാണ് സാർവിക ഗുരുത്വാകർഷണ ഫലം എന്ന് പറയുന്നത്. ആ കാര്യം പ്രസ്താവിക്കുന്ന നിയമത്തെയാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? എന്താണ് പറഞ്ഞത്? ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ ഒരു ആകർഷണ ഫലമുണ്ട് എന്ന് പറയും. ഇപ്പം ഞാനും ഈ ക്ലാസ് എടുക്കുന്ന ഞാനും ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളും തമ്മിൽ ഒരു ആകർഷണ ബലമുണ്ട്. ആരെടുത്ത് നോക്കിയാലും ഒരു ആകർഷണ ബലമുണ്ട്. ഇപ്പം ഞാനും ഫിലിം സ്റ്റാർ മമ്മൂട്ടിയും തമ്മിൽ ഒരു ആകർഷണ ബലമുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ ശരിയല്ല എന്നൊക്കെ തോന്നുമെങ്കിലും ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ എന്തുണ്ട്? ഒരു ആകർഷണ ബലമുണ്ട്. ആ ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കും സാർവിക ഗുരുത്വാകർഷണ ബലം. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് സാർവിക ഭൂഗുരുത്വാകർഷണം എന്നല്ല. ഭൂ എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. ഗുരുത്വാകർഷണം എന്നാണ് പറഞ്ഞത്. എല്ലാവരും തമ്മിലുള്ളതായതുകൊണ്ട് സാർവിക ഗുരുത്വാകർഷണ ബലം. ഇതിനെക്കുറിച്ച് പ്രസ്താവിക്കുന്ന നിയമമാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം. ആരാണ് ഈ നിയമത്തിന്റെ ഉപജ്ഞാതാവ്? നമുക്കറിയാം, സർ ഐസക് ന്യൂട്ടൻ ആണ് സാർവിക ഗുരുത്വാകർഷണ നിയമം കണ്ടെത്തിയത്. ഓക്കെ, ആരാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം കണ്ടെത്തിയത്? സർ ഐസക് ന്യൂട്ടൻ ആണ്. അപ്പൊ നമുക്ക് ഈ സാർവിക ഗുരുത്വാകർഷണ നിയമത്തിൽ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. എന്താണ് ഇക്വേഷൻ? നമ്മുടെ ടെക്സ്റ്റിലൊക്കെ കാര്യമായിട്ട് കൊടുത്തിട്ടുള്ള ഇക്വേഷൻ ആണ് സാർവിക ഗുരുത്വാകർഷണ ബലം. ബലം ഫോഴ്സ് ആണല്ലോ, അല്ലെ? ബലം ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ G. എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ G ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ. ഇത് d ആണ്, d സ്ക്വയർ. ഓക്കെ, F is equal to G M1 M2 by d സ്ക്വയർ എന്നുള്ളതാണ് നമുക്ക് സാർവിക ഗുരുത്വാകർഷണ ബലം കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇക്വേഷൻ ഒക്കെ കാണുമ്പോൾ ഭയങ്കര പാടാല്ലേ? ഇതെന്താ സംഭവം? നമുക്ക് മനസ്സിലാക്കണ്ടേ? ഓക്കെ, നോക്കാം. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. F is equal to G into M1 M2 by d സ്ക്വയർ. G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, അതായത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ് G എന്ന് പറയുന്നത്. G എന്ന് പറയുന്നത് എന്താണ്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ഓർത്തിരിക്കണം, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന G എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ G ആണ്. നമുക്ക് ഇതേ ചാപ്റ്ററിൽ ഇനി ഒരു സ്മോൾ ലെറ്റർ G കൂടെ വരാനുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. സാർവിക ഗുരുത്വാകർഷണ ബലം കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന G എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ G ആണ്. G ഇൻറ്റു M1 ഇൻറ്റു M2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ. ഓക്കെ, എന്താണ് ഈ M1ഉം M2ഉം d സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? M1 M2 അല്ലേ? നമ്മൾ എന്താ പറഞ്ഞത്? സാർവിക ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം. ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അല്ലേ പറഞ്ഞത്? അപ്പൊ ആദ്യത്തെ വസ്തുവിന്റെ മാസ്സാണ് M1, രണ്ടാമത്തെ വസ്തുവിന്റെ മാസ്സാണ് M2. ഈ രണ്ട് വസ്തുക്കളും തമ്മിലുള്ള അകലമാണ് എന്ത്? D എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ G നമ്മൾ പറഞ്ഞു, അത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ മാറില്ല. അതിന്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6.67 ഇൻറ്റു 10 റൈസ് ടു
-11 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബാർ kg² ആണ് എന്ത് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. സാർവിക ഗുരുത്വാകർഷണ ബലം കാണാനുള്ള ഇക്വേഷൻ F =Gm1m2/d². ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇത് എന്താണെന്നുള്ളത് ഓർക്കാൻ. ഈ ഇക്വേഷനിൽ തന്നെ രണ്ട് m1ഉം m2ഉം രണ്ട് m കൊടുത്തിട്ടുണ്ട്, ഒരു d കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ നിയമം പറയുന്നത്. എന്താണ് m1 m2 എന്താ പറയുന്നത്? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള മാസ് ആണെന്ന് നമുക്ക് ആ ഇക്വേഷൻ മനസ്സിലാക്കാലോ. പിന്നെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഡീനെ കൊടുത്തേക്കുന്നത്, വസ്തുക്കൾ തമ്മിലുള്ള അകലം. എന്താണ് ഈ ഇക്വേഷൻ അപ്പം നമ്മളോട് പറയുന്നത്? നമുക്ക് വായിക്കാം. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. അതെങ്ങനെയാണ്? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതം. അതാണ് നമ്മൾ അവിടെ എന്തെന്ന് കണ്ടത്? m1 m2 എന്ന് കണ്ടത്. അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതവും അതിൻ്റെ അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതമായതുകൊണ്ടാണ് അത് ഡിവിഷൻ ചെയ്ത് താഴെ ഇട്ടേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വസ്തുക്കളുടെ ഗുണനഫലത്തിന്റെ നേരനുപാതവും അതുപോലെ തന്നെ അകലത്തിന്റെ വർഗത്തിന്റെ വിപരീത അനുപാതത്തിലുമായിരിക്കും ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം. മനസ്സിലായോ? അപ്പോൾ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആകർഷണ ബലം വരുന്നത്? രണ്ട് വസ്തുക്കൾ നമ്മൾ എടുത്താൽ ആ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് അവരുടെ മാസ് എടുത്താൽ മാസിന്റെ ഗുണനഫലത്തിന് ഡയറക്റ്റ് പ്രപ്പോർഷൻ ആയിരിക്കും, അതിന്റെ നേരനുപാതത്തിലായിരിക്കും. എന്നാൽ അവർ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഓക്കെ, അതാണ് സാർവിക ഗുരുത്വാകർഷണ നിയമത്തിൽ പറയുന്നത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഇക്വേഷൻ നോക്കുമ്പോൾ ഈ ഇക്വേഷൻ കണ്ടോ? F ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ F നമുക്കറിയാം ബലമാണ് അല്ലേ. ഡി എന്ന് പറയുന്ന സാധനം കണ്ടോ? ഡി എന്ന് പറയുന്ന സാധനം എവിടെയാണ് കൊടുത്തേക്കുന്നത്? ഡിവൈഡ് ചെയ്തിട്ട് താഴെയാണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡിയുടെ വാല്യൂ കുറഞ്ഞാൽ എഫിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെയല്ലേ അവർ കിടക്കുന്ന, ഒരാൾ മുകളിൽ ഒരാൾ താഴെയല്ലേ. ഡിയുടെ വാല്യൂ കുറഞ്ഞാൽ എഫിന്റെ വാല്യൂ കൂടും എന്ന് പറയുമ്പോൾ വസ്തുക്കൾ തമ്മിലുള്ള അകലം കുറഞ്ഞാൽ ആകർഷണ ബലം കൂടും. നമ്മളിപ്പോൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അടുത്തിരിക്കുമ്പോൾ നമ്മൾ അടുത്തടുത്ത് ഉള്ള ഒരു സ്ഥലത്താണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നു, ചായ കുടിക്കാൻ പോകുന്നു, കല്യാണത്തിന് ഒരുമിച്ച് പോകുന്നു അല്ലേ, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡ്രസ് കോഡൊക്കെ സെറ്റ് ചെയ്ത് പോകുന്നു. അടുത്തടുത്ത് അകലം കുറയുമ്പോൾ നമ്മളെ ബന്ധം അതുപോലെ നമ്മൾ തമ്മിലുള്ള ഒരു ആകർഷണ ബലം കൂടുന്നു. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഈ താഴെയുള്ള ഡി കുറയുമ്പോൾ മുകളിലുള്ള എഫ് എന്താകും? കൂടും. ഇനി ഡി കൂടുകയാണെങ്കിൽ അപ്പോൾ എഫ് എന്ത് ചെയ്യും? കുറയും. ഓർത്തിരിക്കുക, അകലം കുറയുമ്പോൾ ബലം കൂടും, അകലം കൂടുമ്പോൾ ബലം കുറയും. ഓക്കെ അല്ലേ? അതാണ് പറഞ്ഞത്. എന്ത്? അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലാണ് ആകർഷണ ബലം ഉണ്ടാവുക. അപ്പൊ നമ്മൾ വേറൊരു പോയിന്റ് കൂടെ പറഞ്ഞല്ലോ, വസ്തുക്കളുടെ മാസിന്റെ ഗുണിതത്തിന്റെ നേരനുപാതത്തിലാന്ന് പറഞ്ഞല്ലോ അല്ലെ. എന്ന് പറയുമ്പോൾ എന്താ? മാസ് കൂടിയാൽ എന്ത് കൂടും? എഫ് കൂടും. ഡി കൂടിയാൽ എഫ് കുറയുമെങ്കിൽ മാസ് കൂടിയാൽ എന്ത് കൂടും? എഫ് കൂടും. മാസും ആകർഷണ ബലവും തമ്മിൽ ഡയറക്റ്റ് പ്രപ്പോർഷനിലാണുള്ളത്. പക്ഷേ അകലവും, അതായത് ഡിയും പിന്നെ എഫും തമ്മിൽ, അതായത് ആകർഷണ ബലവും തമ്മിൽ ഓപ്പോസിറ്റ് ഇൻവേഴ്സ് പ്രപ്പോർഷനിലാണുള്ളത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ആരാണ് നമ്മുടെ ഈ ജിയുടെ വാല്യൂ? ഞാൻ പറഞ്ഞു ജിയുടെ വാല്യൂ ഒരു സ്ഥിരമായിട്ടുള്ള വാല്യൂ ആണ്. 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബാർ kg². ഈ വാല്യൂ ആരാണ് കണ്ടെത്തിയത്? ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ജിയുടെ വാല്യൂ കണ്ടെത്തിയത്. ഹെൻറി കാവൻഡിഷ്. ഓക്കെ, ജിയുടെ വാല്യൂ ഓർത്തിരിക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ ആരാ കണ്ടെത്തിയതെന്ന് ഓർത്തിരിക്കണം. ഹെൻറി കാവൻഡിഷ് ആണ് ജിയുടെ വാല്യൂ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് അല്ലേ, ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ക്യാപിറ്റൽ ലെറ്റർ ജിന്റെ വാല്യൂ ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണ് എന്ന് പറയുമ്പോൾ ധ്രുവപ്രദേശത്ത് ജിന്റെ വാല്യൂ ഒന്ന്, പിന്നെ ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിന്റെ വാല്യൂ വേറെ, ഇനി ഭൂകേന്ദ്രത്തിൽ ജിന്റെ വാല്യൂ വേറെ. അങ്ങനെയൊന്നുമില്ല. ആ പരിപാടി ഈ ക്യാപിറ്റൽ ലെറ്റർ ജിക്കില്ല. ഈ ക്യാപിറ്റൽ ലെറ്റർ ജിക്ക് എല്ലാവരും ഒരുപോലെയാണ്. എവിടെ പോയാലും ഇയാളുടെ വാല്യൂ മാറൂല. ആരാ ഈ വാല്യൂ കണ്ടുപിടിച്ച? ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന ആളാണ് ഈ വാല്യൂ കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ അതായത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റർ ജിന്റെ വാല്യൂ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി എന്താണ് അതിന്റെ യൂണിറ്റ്? അതിന്റെ യൂണിറ്റ് ആണ് ഈ തന്നേക്കുന്നത് nm സ്ക്വയർ ബാർ kg സ്ക്വയർ എന്ന് പറയുന്നത്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബാർ kg സ്ക്വയർ. ഓക്കെ, അതാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, nm സ്ക്വയർ ബാർ kg സ്ക്വയർ. അപ്പം നമ്മളിപ്പോൾ എന്താ പഠിച്ചതൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഒന്ന് പറഞ്ഞേ. ഏതെങ്കിലും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ ആകർഷണ ബലമുണ്ട്. അതിൽ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് F = G × m1m2 / d² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള മാസ് കൂടുകയാണെങ്കിൽ, ഈ രണ്ട് വസ്തുക്കളുടെ മാസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആകർഷണ ബലം കൂടും. പിന്നെന്താ പഠിച്ചത്? ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം കൂടുകയാണെങ്കിൽ എന്ത് കുറയും? ആകർഷണ ബലം കുറയും. മനസ്സിലായല്ലോ? അപ്പൊ അത് കുറയുമ്പോഴും കൂടുമ്പോഴും ഉള്ള വ്യത്യാസം പഠിച്ച് മനസ്സിലാക്കുക. എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ എന്ത് കുറയും? ആകർഷണ ബലം കുറയും എന്ന് പറയുമ്പോൾ അതിന് വേറൊരർത്ഥവും കൂടെ ഇല്ലേ? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുവാണെങ്കിൽ ആകർഷണ ബലം കൂടും. ഓപ്പോസിറ്റ് റിലേഷൻ ആണ് ഡിസ്റ്റൻസും ഗുരുത്വാകർഷണ ബലവും തമ്മിലുള്ളത്. എന്നാൽ എന്താ പറയുക, പോസിറ്റീവ് റിലേഷൻ ആണ് മാസും ആകർഷണ ബലവും തമ്മിലുള്ളത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് സാർവിക ഗുരുത്വാകർഷണ ബലം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി രണ്ട് ടേം ഉണ്ട്. ഒന്ന് ഗുരുത്വാകർഷണ ബലം, മറ്റൊന്ന് ഭൂഗുരുത്വാകർഷണ ബലം. എന്താ പറഞ്ഞത്? ഒന്ന് ഗുരുത്വാകർഷണ ബലം, മറ്റൊന്ന് ഭൂഗുരുത്വാകർഷണ ബലം. ടെക്സ്റ്റിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് അതാണ്, ഭൂഗുരുത്വാകർഷണ ബലം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ വസ്തുക്കളെയും ഭൂമിയുടെ സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് വിളിക്കും. അതെന്താണ് ഈ ഗുരുത്വാകർഷണ ബലം? ഞാൻ പറഞ്ഞു, സാർവിക ഗുരുത്വാകർഷണ നിയമപ്രകാരം ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും തമ്മിൽ ആകർഷണ ബലമുണ്ട് അല്ലെ. അതിനെക്കുറിച്ച് പറയുന്ന ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത്? സാർവിക ഗുരുത്വാകർഷണ നിയമം. അപ്പൊ ഭൂമിയിലുള്ള അങ്ങനെ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗുരുത്വാകർഷണ ബലം. അവിടെ ആർക്ക് പങ്കില്ല? ഭൂമിക്ക് പങ്കില്ല. മീൻസ് ഭൂമിയും വേറൊരു വസ്തുവും തമ്മിലുള്ള ആകർഷണ ബലം അല്ല. അതായത് ഭൂമിയിലുള്ള ഏതെങ്കിലും വേറെ രണ്ട് വസ്തുക്കൾ തമ്മിൽ എന്ന് പറയുമ്പോൾ രണ്ട് മനുഷ്യർ തമ്മിലാവാം, അല്ലെ ഇപ്പം ഞാനൊരു ടേബിളും തമ്മിലാവാം, അല്ലെ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോട്ട്ബുക്കും തമ്മിലാകാം, നിങ്ങളും നിങ്ങളുടെ വീടും തമ്മിലാകാം. അങ്ങനെ ഭൂമിയിലുള്ള ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷൻ. മനസ്സിലായോ? ഭൂമിയിലുള്ള ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ആ ഒരു ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കും ഗുരുത്വാകർഷണം. എന്നാൽ ഈ പറയുന്ന രണ്ട് വസ്തുക്കളിൽ ഒരാൾ ഭൂമിയായി നോക്കട്ടെ, അപ്പൊ നമ്മൾ അതിനെ വിളിക്കും ഭൂഗുരുത്വാകർഷണ ബലം. എന്ന് വെച്ചാൽ ഞാനും ഭൂമിയും തമ്മിലുള്ള ആകർഷണ ബലം, നിങ്ങളും ഭൂമിയും തമ്മിലുള്ള ആകർഷണ ബലം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേനയും ഭൂമിയും തമ്മിലുള്ള ആകർഷണ ബലം. അതുപോലെ തലയിൽ ആപ്പിള് വീണപ്പോ ആ ആപ്പിളും ഭൂമിയും തമ്മിലുള്ള ആകർഷണ ബലം, അതാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഇപ്പൊ വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഗുരുത്വാകർഷണ ബലവും ഭൂഗുരുത്വാകർഷണ ബലവും രണ്ടും രണ്ടാണ്. ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണെങ്കിൽ, ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവും ഭൂമിയും തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഭൂമിയിലുള്ള ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് പിടിച്ച് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ആകർഷണ ബലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും ഒന്നല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ട് ഇക്വേഷൻസ് ആണ്. ഒന്ന് ഈ പറയുന്ന ഗുരുത്വാകർഷണ ബലം കാണാനുള്ള ഇക്വേഷനും ഒന്ന് ഭൂഗുരുത്വാകർഷണ ബലം കാണാനുള്ള ഇക്വേഷനും നമുക്ക് നോക്കാം. ഈ ഗുരുത്വാകർഷണ ബലം കാണാനുള്ള ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എന്തിൽ പറഞ്ഞത്? സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഗുരുത്വാകർഷണ ബലത്തിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ? F =
G ഇൻറ്റു m1 ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ എന്ന് പറയുന്നതാണ് ഗുരുത്വാകർഷണ ബലം കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പറയുമ്പോൾ F is equal to G ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ആരൊക്കെയുണ്ട്? G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, m1 ഒരു വസ്തുവിൻ്റെ മാസ്, m2 മറ്റൊരു വസ്തുവിൻ്റെ മാസ്, d അവരുടെ അകലം. അതായത് ഗുരുത്വാകർഷണ ബലത്തിനെ എഫക്റ്റ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ വസ്തുക്കളുടെ മാസും അവ തമ്മിലുള്ള അകലവുമാണ് എന്ന് നമുക്ക് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ പറയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഇക്വേഷൻ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെത് നോക്കാം. ഭൂഗുരുത്വാകർഷണ ബലം കാണാൻ F is equal to G ഇൻറ്റു mmr സ്ക്വയർ, G ഇൻറ്റു mm ഡിവൈഡഡ് ബൈ r സ്ക്വയർ. F is equal to G ഇൻറ്റു ഒരു ക്യാപിറ്റൽ ലെറ്റർ m ആണ്, അടുത്തത് ഒരു സ്മോൾ ലെറ്റർ m. നേരത്തെ നമ്മൾ എഴുതിയത് സ്മോൾ ലെറ്റർ തന്നെ m1 m2 എന്നാണ്, ഡിവൈഡഡ് ബൈ എന്താ നമ്മൾ പഠിച്ചത്? ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. അതായത് ഇവിടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഉണ്ട്, പിന്നെ എം ക്യാപിറ്റൽ ലെറ്റർ എം എന്താ? ഇതെന്താ സംഭവം? ഭൂഗുരുത്വാകർഷണ ബലം. അതായത് നമ്മളെ മാവിന്ന് മാങ്ങ വീഴുന്നു, തെങ്ങിന്ന് തേങ്ങ വീഴുന്നു അല്ലേ? അതായത് ഭൂമിയുടെ ബലം കൊണ്ട് ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ഭൂമി ആൾക്കാരെ അല്ലെങ്കിൽ വസ്തുക്കളെയൊക്കെ ആകർഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ബലം, ഭൂമിയും ഭൂമിയിലുള്ള മറ്റൊരു വസ്തുവും തമ്മിലുള്ള ആകർഷണ ബലം, അതാണല്ലോ ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വലിയ എം ആരുടെ എം ആണ്? ഭൂമിയുടെ മാസാണ്. സ്മോൾ എം ആരുടെ എം ആണ്? ആരുടേതാണ്? ആ വേറൊരു വസ്തു ഉണ്ടല്ലോ, ആ വസ്തുവിൻ്റെ മാസാണ്. ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഭൂമിയുടെ റേഡിയസ് ആണ്, ഭൂമിയുടെ റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ വലിയ എം എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത് ഭൂമിയുടെ മാസാണ്, സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് മറ്റു വസ്തുവിൻ്റെ മാസാണ്, ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഓക്കെ അല്ലേ? ഇനി അത് വെച്ച് നമുക്ക് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഗുരുത്വാകർഷണ ബലം കാണുമ്പോൾ ഡി എന്ന് പറയുന്നത്, ഡി താഴെ ഇക്വേഷനിൽ താഴെ കിടന്ന ഡി അല്ലേ, ഇവിടെ എഫും ഇവിടെ ഡിയും ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡി കുറയുമ്പോൾ ആര് കൂടും? എഫ് കൂടും. ഇത് ഏതിൻ്റെ കേസാ? ഗുരുത്വാകർഷണ ബലത്തിൻ്റെ കേസാണ്. അതുപോലെ ഡി കൂടുകയാണെന്നുണ്ടെങ്കിൽ എഫ് കുറയും അല്ലേ? അതുപോലെ നമ്മൾ ഗുരുത്വാകർഷണ ബലം, ഭൂഗുരുത്വാകർഷണ ബലം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ എഫ് തന്നെയാണുള്ളത്. ഇവിടെ താഴെ ആരാ ഉള്ളത്? നമ്മുടെ റേഡിയസ് അല്ലേ ഉള്ളത്, ആർ സ്ക്വയർ അല്ലേ ഉള്ളത്, റേഡിയസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 6 കൂടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് റേഡിയസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ബലം കുറയും. നമ്മൾ പറഞ്ഞു ഈ മുകളിലും ഈ താഴെ ഇരിക്കുന്ന തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഓപ്പോസിറ്റ് റിലേഷൻ ആണ്, നെഗറ്റീവ് റിലേഷൻ ആണ്. ഒന്ന് കൂടിയാൽ ഒന്ന് കുറയും അല്ലേ? അപ്പോൾ ഈ 6 കൂടിയ എഫ് കുറയും. എഫ് എന്താ? ഭൂഗുരുത്വാകർഷണ ബലം. ആർ എന്താ? ഭൂമിയുടെ റേഡിയസ്. ഇനി റേഡിയസ് കുറയുവാണെങ്കിലോ? റേഡിയസ് കുറയുവാണെന്നുണ്ടെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം കൂടും അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കും ഭൂമി ഉരുണ്ടല്ലേ ഇരിക്കുന്നത്, ഭൂമി ഉരുണ്ടിരിക്കുമ്പോൾ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉള്ളതാണല്ലോ നമ്മൾ ഈ റേഡിയസ് നോക്കുക. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ അല്ലേ ഉണ്ടാവുക അല്ലേ? അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? എന്നാൽ അത് തെറ്റല്ലേ. ഭൂമി കറക്റ്റ് ഉരുണ്ടാണോ ഇരിക്കുന്നത്? ഭൂമിയുടെ ഷേപ്പ് കറക്റ്റ് ഉരുണ്ടാണോ ഇരിക്കുന്നത്? അല്ലല്ലോ. ഭൂമിയുടെ ഷേപ്പ് എന്താ? ഭൂമിയുടെ ഷേപ്പ് ജിയോയിഡ് ആകൃതിയല്ലേ ഭൂമിക്കുള്ളത്. അല്ലാതെ ഭൂമി ഒരു സ്ഫിയർ പോലെ കറക്റ്റ് റൗണ്ടിൽ കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത്? അല്ല. ഭൂമിയുടെ മുകൾ വശം കുറച്ച് പരന്നല്ലേ ഇരിക്കുന്നത്. അപ്പോൾ റേഡിയസിൽ അതുപോലെ മാറ്റം വരില്ലേ? ടെക്സ്റ്റ് ബുക്കിലൊരു പിക്ചർ ഉണ്ട്, നമുക്ക് നോക്കാം. ഒറ്റ സെക്കൻഡ്. ഇതാ ഈ പിക്ചർ നോക്കുക. അതായത് നമ്മുടെ ഭൂമിൻ്റെ ഇതാണ് ധ്രുവപ്രദേശം അല്ലേ? ഇവിടെ കണ്ടോ ഭൂമിയുടെ ഈ അറ്റം, അതായത് പോൾസ് രണ്ടും കുറച്ച് പരന്നല്ലേ ഇരിക്കുന്നത് അല്ലേ? ഇവിടെ വേറൊരു ഷേപ്പാണ്, ഈ ഭൂമധ്യരേഖേൻ്റെ ഭാഗത്തോട്ട് വേറൊരു ഷേപ്പാണ്, പോൾസിന് വേറൊരു ഷേപ്പാണ് അല്ലേ? അപ്പോൾ ഈ സെൻറ്ററിൽ നിന്നും നമ്മൾ പോൾസിലോട്ടേക്ക് വരക്കുമ്പോൾ അവിടെ എന്ത് കുറവാ? റേഡിയസ് കുറവാണ്. റേഡിയസ് കുറയുമ്പോൾ എന്ത് കൂടുന്നു നമ്മൾ പറഞ്ഞു? റേഡിയസ് കുറയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കൂടും. അപ്പോൾ പോൾസിലോട്ട് റേഡിയസ് കുറവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
പോൾസിൽ ഭൂഗുരുത്വാകർഷണ ബലം കൂടുതലാണ്. ധ്രുവപ്രദേശങ്ങളിൽ ഭൂഗുരുത്വാകർഷണ ബലം കൂടുതലാണ്. എന്ത് കുറവാണ്? റേഡിയസ് കുറവാണ്. ഇനി ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണെങ്കിലോ അവിടെയാണ് എന്ത് കൂടുതലുള്ളത്? റേഡിയസ് കൂടുതലുള്ളത്. റേഡിയസ് കൂടുതൽ മീൻസ് എന്താണ്? റേഡിയസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരാൾ കൂടിയ വേറൊരാൾ കുറയും. ആരാണ് കുറയുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം കുറവാണ്. ഇങ്ങോട്ടേക്ക് റേഡിയസ് കൂടുമ്പോൾ അവിടെ ഭൂഗുരുത്വാകർഷണ ബലം കുറവാണ്. ധ്രുവപ്രദേശങ്ങളിൽ റേഡിയസ് കുറവായതുകൊണ്ട് ഭൂഗുരുത്വാകർഷണ ബലം കൂടുതലാണ്. ഇനി ഭൂകേന്ദ്രത്തിലാണെങ്കിലോ ഭൂകേന്ദ്രത്തില് ഈ നമ്മുടെ എഫ് എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് 0 ആയിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തും ആകർഷണ ബലം ഒരേപോലെയാണോ? അല്ല, ഒരേപോലെയല്ല. എവിടെയാണ് ഭൂഗുരുത്വാകർഷണ ബലം കൂടുതലുള്ളത്? ധ്രുവത്തിലാണ്. കാരണം എന്താണ്? ഈ ഭൂഗുരുത്വാകർഷണ ബലത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ഭൂമിയുടെ റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസ് കുറയുമ്പോൾ എന്ത് കൂടും? എന്താ കൂടുക? ആകർഷണ ബലം കൂടും. റേഡിയസ് കൂടുമ്പോൾ ആകർഷണ ബലം കുറയും. റേഡിയസ് കുറയുമ്പോൾ ആകർഷണ ബലം കൂടും. ഓപ്പോസിറ്റ് റിലേഷൻ ആണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം. ഗുരുത്വാകർഷണ ബലമാണെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക, കിട്ടും. F=m1 × m2 / ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. അപ്പോൾ ആ രണ്ട് വസ്തുക്കളുടെ മാസ്, അത് തമ്മിലുള്ള അകലവുമാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ ഭൂമിയും ഏതെങ്കിലും വസ്തുവും തമ്മിലുള്ള ആകർഷണ ബലമാണ്. നമ്മുടെ ചക്ക വീഴുന്നു, മാങ്ങ വീഴുന്നു, തേങ്ങ വീഴുന്നു, ഇതൊക്കെ എന്താണ്? ഭൂഗുരുത്വാകർഷണ ബലമാണ്. ആപ്പിൾ തലയിലോട്ട് വീഴുന്നു, എന്താണ്? ഭൂഗുരുത്വാകർഷണ ബലമാണ്. ആ ഭൂഗുരുത്വാകർഷണ ബലം കാണാൻ F×G×M/m ആണ് എന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഭൂമിയുടെ മാസ്, വസ്തുവിന്റെ മാസ്, ഭൂമിയുടെ റേഡിയസ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ലാസ് ഒന്ന് കേട്ട് നോക്കുക. എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എളുപ്പമുള്ള ഭാഗമാണ്. ഓക്കെ അല്ലേ? ഇനി പിന്നെ നമ്മൾ വിചാരിക്കും ഈ സാർവിക ഗുരുത്വാകർഷണ നിയമമുണ്ട്, അതായത് ഗുരുത്വാകർഷണ ബലമുണ്ട് എല്ലായിടത്തും. ഇപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണ ബലമുണ്ട് അല്ലേ? ഇപ്പോൾ എനിക്കും മെസ്സിക്കും തമ്മിൽ വരെ വേണമെങ്കിൽ ആകർഷണ ബലമുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ പരസ്പരം കൂട്ടിമുട്ടുന്നില്ല അല്ലേ? ആകർഷണ ബലമുണ്ട്. ഞാൻ ഇപ്പം നിങ്ങളെ മേത്ത് വന്ന് ഇടിക്കുന്നുണ്ടോ? ആകർഷണ ബലമുണ്ട് എന്ന് കരുതിയിട്ട് ഇല്ല. എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഇത്രയും ആകർഷണ ബലം പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടും ഗുരുത്വാകർഷണ ബലം ഉണ്ടായിട്ടും എല്ലാവർക്കും ഇടയിൽ ഉണ്ടായിട്ടും ആരും തമ്മിൽ കൂട്ടിമുട്ടാതെ പോകുന്നുണ്ടല്ലോ? അതെന്തുകൊണ്ടാണ്? അതായത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ജിയുടെ വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞത്? ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിച്ച വാല്യൂ 6.67 × 10⁻⁻11 ആണെന്ന് പറഞ്ഞില്ലേ? ആ ഒരു വാല്യൂയും കൂടെ അതിനോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് അതുപോലെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. അതുപോലൊരു ചെറിയ എമൗണ്ട് കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും കുറഞ്ഞ ഒരു ബലം മാത്രമേ, ആകർഷണ ബലം മാത്രമേ ഇങ്ങനെ ആൾക്കാർ തമ്മിലുള്ളൂ. അത്രയും കുറഞ്ഞ ആകർഷണ ബലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു വായുവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും ആ ബലം ഇല്ലാതെയാകും. മനസ്സിലായോ? കണ്ടോ, ഇവിടെ ഒരു ടെക്സ്റ്റിൽ തന്നെ കൊടുത്തേക്കുന്ന ഒരു പ്രോബ്ലമാണ്. ചെയ്ത് കഴിയുമ്പം കണ്ടോ ബലം എത്രയാണ് കിട്ടിയേക്കുന്നതെന്ന്, എത്ര 0 ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്രയും ചെറുതായിട്ടുള്ള ബലമാണ് ഉണ്ടാവുക. അങ്ങനെ കുറഞ്ഞ ബലമായതുകൊണ്ട് നമ്മുടെ പ്രകൃതിയിലുള്ള ബാക്കിയുള്ള നമുക്കിടയിലുള്ള ബാക്കിയുള്ള ബലങ്ങളെ, ഈവൻ വായുവിൻ്റെ റെസിസ്റ്റൻസിനെ പോലും മറികടക്കാനായിട്ട് ഈ ബലത്തിന് പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മൾ തമ്മിലൊന്നും ഇടിക്കാത്തത്, കൂട്ടിയിടിക്കാത്തത്. മനസ്സിലായോ? പിന്നെ നമ്മൾ പറയാനൊരു പോയിന്റ് വിട്ടുപോയി. നമ്മൾ പറഞ്ഞു ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരാൾക്ക് ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്താണ്. കാരണം റേഡിയസ് അവിടെ കുറവാണ്. ഏറ്റവും കുറവ് ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്, റേഡിയസ് കൂടുതലായതുകൊണ്ട്. പിന്നെ പറഞ്ഞു ഭൂമിയുടെ കേന്ദ്രത്തിൽ ഭൂഗുരുത്വാകർഷണ ബലം 0 ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഒരാൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോയാലും ഉപരിതലത്തിൽ നിന്ന് ഭൂമിയുടെ ഉള്ളിലേക്ക് വന്നാലും ഭൂഗുരുത്വാകർഷണ ബലം കുറയും.
മനസ്സിലായോ? എന്താ നമ്മൾ പറഞ്ഞത്? ഭൂമിയുടെ ഉപരിതലത്തിലാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ എന്തനുഭവിക്കാൻ പറ്റുക? ഭൂഗുരുത്വാകർഷണ ബലം അനുഭവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഉപരിതലം വിട്ട് എങ്ങോട്ട് പോയാലും, ഈവൻ അത് മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും എന്ത് കുറയും? ഭൂഗുരുത്വാകർഷണ ബലം കുറയും. മാക്സിമം ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പറയാനുള്ളത് ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. എന്താണ് ത്വരണം എന്ന് പറയുന്നത്? നമുക്കറിയാവുന്ന ഒരു വേർഡായിരിക്കുമല്ലോ ഭൂഗുരുത്വ ത്വരണം, അല്ലേ? ത്വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂഗുരുത്വ ത്വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചലനം കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം, സ്ഥാനത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വസ്തുക്കൾക്ക് ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളതിനെ ത്വരണം എന്ന് പറയുന്നത്. അപ്പം ഈ ഭൂഗുരുത്വ ത്വരണം, ഭൂ എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ഭൂമി ഇങ്ങനെ വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ട്, ഭൂമിയുടെ കേന്ദ്രത്തിലോട്ട് വസ്തുക്കളെ ഇങ്ങനെ ആകർഷിക്കുന്നുണ്ട്. അങ്ങനെ ഭൂമി വസ്തുക്കളെ ആകർഷിക്കുമ്പോൾ വസ്തുക്കൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകും, അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. അതാണ് ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് വസ്തുക്കളെയൊക്കെ ഇങ്ങനെ ആകർഷിക്കുന്നുണ്ട്. അങ്ങനെ ആകർഷിക്കുമ്പോൾ, ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് വസ്തുക്കളെ ആകർഷിക്കുമ്പോൾ വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നു. ആ ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം, അല്ലേ? ഒരാൾ വെറുതെ ഇങ്ങനെ വായു കൂടെ നടന്നു പോകാൻ നോക്കിയാൽ വായു നിൽക്കുമോ? ഇല്ല, ഇളങ്ങോട്ടേക്ക് വീഴും, താഴോട്ടേ വീഴും. എങ്ങനെയാണ് വീഴുന്നത്? ഭൂമി പിടിച്ച് വലിക്കുമോ? പിന്നെ വീഴാതിരിക്കുമോ? അപ്പോൾ ഒരാൾ വെറുതെ താഴോട്ടേക്ക് വീഴുവാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? ഭൂഗുരുത്വ ത്വരണം കൊണ്ടാണ് വീഴുന്നത്. മനസ്സിലായോ? പിന്നെ ഈ ഭൂഗുരുത്വ ത്വരണം ഏത് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ അത് സ്മോൾ ലെറ്റർ ജി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ ജി. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ജി ഞാൻ നേരത്തെ പറഞ്ഞു. ക്യാപിറ്റൽ ലെറ്റർ ജി എന്ന് പറയുന്നത് ഒരു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 6.67 × 10⁻⁻11 എന്ന് നമ്മൾ പറഞ്ഞു, ഇല്ലേ? ഇനി ഈ സ്മോൾ ലെറ്റർ ജി എന്ന് പറയുന്നത് അത് ഭൂഗുരുത്വ ത്വരണമാണ്. ഭൂഗുരുത്വ ത്വരണം. ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, അതായത് ഈ ബിഗ് ജി എന്ന് പറയുന്നത് ഒരു സ്ഥലത്തും മാറുന്നില്ല. പക്ഷേ ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത് ചെറിയ ചെറിയ വേരിയേഷൻസ് വാല്യൂവിൽ വരുന്നുണ്ട്. വലിയ വേരിയേഷൻ ഒന്നുമില്ല, ചെറിയ വേരിയേഷൻ. എന്നാലും നമ്മൾ കണക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 9.8. എന്തായിരിക്കും ഇതിൻ്റെ യൂണിറ്റ്? ഇത് ത്വരണമല്ലേ? ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്താ? m/s². m/s². മനസ്സിലായോ? അപ്പോൾ ഭൂഗുരുത്വ ത്വരണം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു വെറുതെ താഴേക്ക് വീഴുമ്പോൾ അതിനുണ്ടാകുന്ന ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം. ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് വസ്തുക്കളെ ആകർഷിക്കുന്നത് കൊണ്ടാണ് ഭൂഗുരുത്വ ത്വരണം ഉണ്ടാവുന്നത്. അത് ജി എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ജി കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ജി കാണാനുള്ള ഇക്വേഷൻ GM, അതായത് ഇവിടെ കണ്ടോ, GM ഡിവൈഡഡ് ബൈ r². GM ഡിവൈഡഡ് ബൈ r². എന്താണ് ഈ ജി എന്ന് പറയുന്നത്? ജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. എം എന്ന് പറയുന്നത് ആരുടെ മാസാടോ? ക്യാപിറ്റൽ ലെറ്റർ എം. നമ്മൾ പറഞ്ഞില്ലേ ആരുടെ മാസാ? ഭൂമിയുടെ മാസ്. ഡിവൈഡഡ് ബൈ പറഞ്ഞിട്ട് കൊടുത്തേക്കുന്ന r². ആരുടെ മാസാണ് r² എന്ന് പറയുന്നത്? ആരുടെ മാസാണ്? റേഡിയസ് ആണ്. ഭൂമിയുടെ റേഡിയസ് ആണ്. നമ്മളിപ്പോൾ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ ഭൂഗുരുത്വാകർഷണ ബലം കാണാൻ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷനിൽ നിന്നും ഒരു എം ഇതിനകത്ത് കുറവാണ്, അല്ലേ? ആരുടെ എമ്മാ കുറവ്? വസ്തുക്കളുടെ എം. വേറെ ഭൂമിയും വേറൊരു വസ്തുവും തമ്മിലുള്ളതാണല്ലോ വരിക. അപ്പോൾ ആ വസ്തുക്കളുടെ എം ഇവിടെ ഇല്ല. അപ്പോൾ അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഭൂഗുരുത്വ ത്വരണത്തെ ആരുടെ മാസം ആശ്രയിക്കുന്നില്ല? വസ്തുക്കളുടെ മാസ് ആശ്രയിക്കുന്നില്ല. PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഇടക്കിടക്ക് ചോദിക്കുന്നതാണ്. ഭൂഗുരുത്വ ത്വരണത്തെ ആശ്രയിക്കുന്ന ഘടകങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻസിൽ തരും. ഭൂമിയുടെ മാസ്, വസ്തുവിൻ്റെ മാസ്, ഭൂമിയുടെ റേഡിയസ്, ഇവയൊന്നുമല്ല. എനിക്കറിയാലോ 2 മാസമുണ്ട് എന്തായാലും. അപ്പോൾ ഇവയൊന്നുമല്ല എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് നമ്മൾ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ല, നമ്മൾ മനസ്സിലാക്കണം ഭൂഗുരുത്വ ത്വരണത്തെ, അതായത് ഭൂമി ഒരു വസ്തുവിനെ പിടിച്ചു വലിക്കും, ആ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം, അല്ലേ? അതിനെ എന്ത് ബാധിക്കുന്നില്ല? ഈ വസ്തുവിൻ്റെ മാസ് അതിനെ ബാധിക്കുന്നേ ഇല്ല. മനസ്സിലായോ? വസ്തുക്കളുടെ മാസ് അതിനെ ബാധിക്കുന്നേ ഇല്ല. ഭൂമിയുടെ മാസ് മാത്രമേ അവിടെ ഒരു റോള് വഹിക്കുന്നുള്ളൂ. വസ്തുക്കളുടെ മാസിന് ഭൂഗുരുത്വ ത്വരണത്തിൽ യാതൊരുവിധ റോളുമില്ല. ഓക്കെ, ഇനി ഈ ഭൂഗുരുത്വ ത്വരണവും ഓരോ സ്ഥലത്ത്, അതായത് ധ്രുവപ്രദേശത്ത് ഒരു എമൗണ്ട് ആണ്, അതുപോലെ തന്നെ ഭൂമധ്യരേഖാ പ്രദേശത്ത് വേറൊരു എമൗണ്ട് ആണ്. അങ്ങനെ മാറ്റമുണ്ട്. നമ്മൾ നേരത്തെ ഭൂഗുരുത്വാകർഷണ ബലം പറഞ്ഞതുപോലെ തന്നെ ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ വാല്യൂവിലും മാറ്റമുണ്ട്.
ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവ്. അതിന് നമുക്ക് എന്ത് തന്നെ മതി, ഈ ഇക്വേഷൻ തന്നെ മതി. എന്താണ് ഇക്വേഷൻ? Gm/r², അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇത് ഈക്വൽ ടു എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഗ്രാവിറ്റേഷൻ, അതായത് ഭൂഗുരുത്വ ത്വരണം, അല്ലേ? ഭൂഗുരുത്വ ത്വരണം. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഞാൻ പറഞ്ഞ മാറ്റം വന്നത്, ഞാൻ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, നമുക്കറിയാം ഈ ജി എന്ന് പറയുന്ന പൊക്കത്താണ്, ഈ ആർ എന്ന് പറയുന്നത് താഴെയാണ്. അപ്പം നമ്മൾ പഠിച്ചു, എന്ത് പഠിച്ചു? ആറ് കുറവാണെങ്കിൽ ആര് കൂടുതലായിരിക്കും? ജി കൂടുതലായിരിക്കും. ആറ് കൂടുതലാണെങ്കിൽ ആര് കുറവായിരിക്കും? ജി കുറവായിരിക്കും. ഇക്വേഷൻ പഠിച്ചാൽ വളരെ സിമ്പിളാണ്. അതായത് റേഡിയസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, എവിടെയാണോ റേഡിയസ് കൂടുതലുള്ളത് അവിടെ ത്വരണം കുറവായിരിക്കും. എവിടെയാണോ റേഡിയസ് കുറവുള്ളത് അവിടെ ത്വരണം കൂടുതലായിരിക്കും. അപ്പോൾ എവിടെയാണ് റേഡിയസ് കൂടുതലുള്ളത്? റേഡിയസ് കൂടുതലുള്ളത് ഭൂമധ്യരേഖാ പ്രദേശത്തല്ലേ? അപ്പോൾ അവിടെ എന്ത് കുറവായിരിക്കും? അവിടെ ത്വരണം കുറവായിരിക്കും. എവിടെയാണ് റേഡിയസ് കുറവുള്ളത്? ധ്രുവപ്രദേശങ്ങളിലാണ്. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ ത്വരണം എന്ന് പറയുന്നത് ധ്രുവപ്രദേശങ്ങളിൽ കൂടുതലായിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഇത് ഓപ്പോസിറ്റ് റിലേഷൻ ആണ്, ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. പോൾസിൽ ജിയുടെ വാല്യൂ, അതായത് ത്വരണത്തിന്റെ വാല്യൂ കൂടുതലാണ്, കാരണം അവിടെ റേഡിയസ് കുറവാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ വാല്യൂ കുറവാണ്, അപ്പോൾ അവിടെ ജിയുടെ വാല്യൂ കുറവാണ്, അതായത് റേഡിയസ് കൂടുതലാണ്, ത്വരണം കുറവാണ്. ഭൂമിയുടെ കേന്ദ്രത്തിലാണെങ്കിലോ അത് 0 ആണ്. ഓക്കെ അല്ലേ? ഇനി ഈ ജിയുടെ വാല്യൂ 9.8 m/s² ആയിട്ടാണ് നമ്മൾ കണക്കൊക്കെ ചെയ്യാൻ വേണ്ടി സ്ഥിരപ്പെടുത്തി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഈ ഭൂഗുരുത്വ ത്വരണത്തിനെ എന്ത് ആശ്രയിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു? വസ്തുക്കളുടെ മാസ് ആശ്രയിക്കുന്നില്ല. എന്ന് പറയുമ്പോൾ ഒരു സാധനം ഭൂമിയുടെ കേന്ദ്രത്തിലോട്ട് പിടിച്ചു വലിക്കുന്നു, ആ സാധനം താഴേക്ക് വീഴുന്നു, അതിൽ വസ്തുക്കളുടെ മാസിന് യാതൊരു പങ്കുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളൊരു കല്ലും ഒരു തൂവലും ഒരുമിച്ച് താഴേക്കിട്ടാൽ കല്ല് ആദ്യം എത്തുന്നത് എന്തുകൊണ്ടാണ്? വസ്തുക്കളുടെ മാസിന് അവിടെ പ്രാധാന്യമില്ല എന്നുണ്ടെങ്കിൽ, ഭൂമിയുടെ മാസിന് മാത്രമേ പ്രാധാന്യമുള്ളൂ എന്നുണ്ടെങ്കിൽ, ഭൂമി കല്ലിനെ വലിക്കുമ്പം ഭൂമിക്ക് ഒരു മാസം, പിന്നെ ഭൂമി തൂവലിനെ വലിക്കുമ്പോൾ വേറൊരു മാസം ആയിരിക്കില്ലല്ലോ. ഭൂമിയുടെ മാസം ഒരുപോലെയല്ലേ ഉണ്ടാവുക? ഇടക്കിടക്ക് മാറുമോ? ഇല്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഭൂമിയുടെ മാസ് മാത്രമാണ് അവിടെ സ്വാധീനിക്കുന്നത്? വസ്തുക്കളുടെ മാസിന് അവിടെ ഒരു പ്രാധാന്യവും ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരുമിച്ചെത്താത്തത് എന്ന് ചോദിച്ചാൽ, അത് അവയ്ക്കിടയിലുള്ള വായു, അതായത് എയർ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ്, വായുവിൻ്റെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഒരുമിച്ചെത്താത്തത്. ഇതേ പരീക്ഷണം നമ്മൾ ചന്ദ്രനിൽ പോയിട്ട് ചെയ്താൽ അത് രണ്ടും എവിടെ എത്തും? ഒരുമിച്ചെത്തും. അല്ല, ഒരു വായുവിൻ്റെ ആബ്സെൻസിൽ നമ്മൾ ഈ പരീക്ഷണം ചെയ്താൽ രണ്ട് സാധനങ്ങളും, വെയിറ്റ് ഉള്ളതും വെയിറ്റ് ഇല്ലാത്തതും ഒരുമിച്ച് താഴേക്ക് എത്തുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഭൂമിയിലെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.8 m/s² ആണ്. ഒരു വാല്യൂടെ പറയാം, ഇടക്കിടക്ക് ചോദിക്കുന്നതാണ്. ചന്ദ്രനിലെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.6 m/s² ആണ്. 1.6 m/s². അതായത് ഭൂമിയുടെ ജിയുടെ വാല്യൂവിൻ്റെ 1/6 മാത്രമാണ് ചന്ദ്രനിലെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സെഷനിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.